എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വാത്സല്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അരിമുറുക്കുണ്ടാക്കാമേ. അരിമുറുക്കുണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഏത് അളവ് പാത്രമാണെന്ന് വെച്ചാൽ അത് അനുസരിച്ച് 2 പാത്രം അരിപ്പൊടി, 1 പാത്രം കടലമാവ് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് ഇച്ചിരി അയമോദകം ഒന്ന് കൈകൊണ്ട് തിരുമ്മി അതിടാം. പിന്നെ ഇത് എള്ളാണ്, കറുത്ത എള്ള്. പിന്നെ ഈ സമയത്ത് വേണമെങ്കിൽ മുളക് പൊടിയും ഒക്കെ ഇടാം. മുളക് പൊടി ഇടാത്ത ഇവിടെ മുളക് പൊടി നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ് ഈ സമയത്ത് മുളക് പൊടി കൂടി ഇടണം. പിന്നെ ഒരു 2 ടീസ്പൂണ് എണ്ണ ഒഴിച്ചു, ബട്ടറും ഇടാം, എണ്ണയോ ബട്ടറോ എന്തെങ്കിലും ഒഴിച്ചാദ്യം ഇതൊന്ന് ഇളക്കണം. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിവിടെ മാവ് കുഴച്ചെടുക്കാം. മാവ് കുഴച്ചിട്ടൊരു 10 മിനിറ്റ് മാറ്റി വെക്കണം. 10 മിനിറ്റ് കഴിഞ്ഞപ്പം അത് ഉണ്ടാക്കാനുള്ള അച്ചെടുത്തിട്ട് അതിനകത്തോട്ട് ഇച്ചിരി എണ്ണ തേച്ച് കൊടുക്കണം. പിന്നെ മുറുക്ക് പിഴിഞ്ഞിടാനുള്ള പ്ലേറ്റിലും ഇച്ചിരി എണ്ണ തേക്കണം. എന്നിട്ട് ഇതുപോലെ മാവ് ഈ അച്ചിനകത്തോട്ടിട്ട് നമുക്ക് മുറുക്കുണ്ടാക്കിയെടുക്കാം. എണ്ണ അപ്പുറത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചുറ്റിച്ച് എടുക്കണം. എത്രയും വലിപ്പം വേണോ അത്രയും വലിപ്പത്തിലുള്ള മുറുക്കും ഒക്കെ ഉണ്ടാക്കാം. എന്നിട്ട് ആ അറ്റം ഒന്ന് മറ്റേ മാവേലോട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ ഇളകിപ്പോരും. അടുത്തതും നമുക്കുണ്ടാക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ഉണ്ടാക്കി എടുക്കാം. തീ നല്ലതുപോലെ ചൂടാക്കിയിട്ട് ഇതിടാൻ നേരം ഇച്ചിരി തീ കുറയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ ഉള്ളു വേഗത്തില്ല. ഇതുപോലെ ഒരു 3-4 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലോട്ടിടാം. നല്ല തീയിൽ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഇടാൻ നേരം ഇച്ചിരി കുറച്ചിടണം, മീഡിയം. നമുക്കിനി ഓരോന്നെടുത്ത് എണ്ണയിലോട്ടിടാം. ആദ്യം ഇടുന്ന ഉടനെ തൊടരുത്. ഇച്ചിരി കഴിയുമ്പോൾ അത് എണ്ണയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി മേളിലോട്ട് വരും. അന്നേരം ചെറുതായിട്ട് ഓരോന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. തവി ഒരുപാടിട്ട് ഇളക്കിയാൽ പൊടിഞ്ഞു പോകും. അരിയല്ല, ഇച്ചിരി സമയം എടുക്കും. ഇതിങ്ങനെ എണ്ണയിൽ കിടന്നിട്ട് നമ്മൾ തവി ഇടുമ്പോൾ ഒരു കിലുക്കം പോലെ കേൾക്കുമേ. അതാണ് പരുവമായി. ആ സമയത്ത് പൊരിയെടുക്കാൻ നേരം തീ കൂട്ടി വെക്കണം, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. ഒരു 3-4 മിനിറ്റ് എടുക്കും. നമുക്കിനി ഓരോന്നായിട്ട് കോരിയെടുക്കാം. നമുക്ക് എല്ലാം ഇതുപോലെ വറുത്ത് കോരിയെടുക്കാമേ. എന്തേ ഇനിയുണ്ട്. ഇതിപ്പോൾ കുറച്ചങ്ങ് വറുത്ത് കോരിയെടുത്തത് ആദ്യത്തെ ട്രിപ്പ്. ഇത്തിരി മുറുക്ക് കിട്ടും. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിയൊന്ന് നോക്കണേ. 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ കൊള്ളാം.